BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. കൊല്ലത്ത് നിന്നും കോട്ടയം വഴി എറണാകുളത്തേക്കുള്ള ട്രെയിൻ യാത്രാ ദുരിതത്തിന് പരിഹാരം ആവശ്യപ്പെട്ട് യാത്രക്കാരുടെ സംഘടനയായ ഫ്രണ്ട്സ് ഓൺ റെയിൽസിന്റെ നേതൃത്വത്തിൽ എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിൽ പ്രതിഷേധം. നൂറുകണക്കിന് യാത്രക്കാർ പ്രകടനമായെത്തി സ്റ്റേഷൻ മാനേജർക്ക് നിവേദനം നൽകി. മാവേലിക്കര മുതൽ എറണാകുളം ടൗൺ സ്റ്റേഷൻ വരെയുള്ള സ്റ്റേഷനുകളിലും ഇന്നലെ പ്രതിഷേധമുണ്ടായിരുന്നു. എറണാകുളത്തേക്ക് പാലരുവി എക്സ്പ്രസിനും വേണാട് എക്സ്പ്രസിനും ഇടയിൽ മെമു അല്ലെങ്കിൽ പാസഞ്ചർ ട്രെയിൻ ആരംഭിക്കണമെന്നാണ് യാത്രക്കാരുടെ പ്രധാന ആവശ്യം. തിരുവനന്തപുരത്ത് നിന്നുള്ള വേണാട് എക്സ്പ്രസ് എറണാകുളം ജംഗ്ഷൻ ഒഴിവാക്കിയത് പാലരുവിയിൽ തിരക്കേറിയിരുന്നു. വേണാട് പാലരുവി ട്രെയിനുകൾക്കിടയിൽ 1.5 മണിക്കൂറിന്റെ ഇടവേളകളുള്ളതും യാത്രാക്ലേശം രൂക്ഷമാക്കുന്നതായും യാത്രക്കാർ പറയുന്നു. വന്ദേ ഭാരത് കടന്നു പോകാനായി പാലരുവി മുളന്തുരുത്തിയിൽ അരമണിക്കൂറുകളോളം പിടിച്ചിടുകയാണ്. തിരക്ക് കാരണം യാത്രക്കാർ പലരും ശ്വാസം കിട്ടാതെ കുഴഞ്ഞു വീഴുന്ന സംഭവങ്ങൾ പതിവാണെന്നും യാത്രക്കാർ പറയുന്നു. സുഹൃത്തുക്കൾക്ക് വീഡിയോ സന്ദേശം നൽകിയ ശേഷം കായലിൽ ചാടിയ വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. മട്ടാഞ്ചേരി ഗുജറാത്തി കോളേജിലെ ഡിഗ്രി വിദ്യാർത്ഥിയായ പളുരുത്തി കടയഭാഗം സ്വദേശി കരീംപള്ളി വീട്ടിൽ റഹീമിന്റെ മകൻ മുഹമ്മദ് സാഫ്രാന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് 3 മണിയോടെയാണ് സാഫ്രാൻ കായലിൽ ചാടിയത്. ഇന്നലെ ഉച്ചയോടെ BOT പാലത്തിന് സമീപത്ത് നിന്ന് മത്സ്യത്തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. സംസ്കാരം ഇന്ന് നടക്കും. മാതാവ് ഷൈജ. എറണാകുളം ജില്ലയുടെ കിഴക്കൻ മലയോര മേഖലകളിൽ അടുത്ത 3 ദിവസം വൈകിട്ടോ രാത്രിയോ അതിശക്തമോ തീവ്രമോ ആയ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കാൻ സാധ്യത. ഇത് മലവെള്ളപ്പാച്ചിൽ, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ എന്നിവയ്ക്ക് കാരണമാകാൻ സാധ്യതയുള്ളതാണ്. കിഴക്കൻ മേഖലയിൽ ഈ പ്രദേശങ്ങളിൽ പുഴകളിലും വെള്ളച്ചാട്ടങ്ങളിൽ ഇറങ്ങരുതെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി. മുല്ലപ്പെരിയാർ വിഷയത്തിൽ കോടതിയിൽ തമിഴ്നാടിന്റെ വാദങ്ങൾ ജയിക്കാനാണ് കേരള സർക്കാർ ആഗ്രഹിക്കുന്നതെന്ന് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ചെയർമാൻ അഡ്വക്കേറ്റ് റസൽ ജോയ്. മുല്ലപ്പെരിയാർ ഏകോപന സമിതി നടത്തുന്ന പ്രക്ഷോഭങ്ങളുടെ തുടക്കമായി ആലുവയിൽ വിവിധ സംഘടനകളുടെ നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിൽ മുഖ്യപ്രഭാഷണം നടത്തുകയായിരുന്നു അദ്ദേഹം. മുല്ലപ്പെരിയാർ ഡാം കമ്മീഷൻ ചെയ്യണമെന്നാവശ്യപ്പെട്ട മുല്ലപ്പെരിയാർ ഏകോപന സമിതി ജനകീയ പ്രതിഷേധം നടത്തും. മാറി മാറി വന്ന സർക്കാരുകൾ രാഷ്ട്രീയ നേട്ടത്തിന് മാത്രമാണ് മുല്ലപ്പെരിയാറിനെ ഉപയോഗിച്ചതെന്നും റസൽ ജോയ് പറഞ്ഞു. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുല്ലപ്പെരിയാർ വിഷയത്തിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് ഏകോപന സമിതിയുടെ തീരുമാനം. ഇതിന്റെ ഭാഗമായി ആഗസ്റ്റ് 15 പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. പെരിയാറിന് കുറുകെയുള്ള പാലങ്ങളിൽ ജനങ്ങളെ സംഘടിപ്പിച്ച് പ്രതിഷേധം നടത്താനാണ് മുല്ലപ്പെരിയാർ ഏകോപന സമിതി ഒരുങ്ങുന്നത്. പൊതുനിരത്തുകളിൽ മാലിന്യം തള്ളുന്നവരെ പിടികൂടാൻ സ്ഥാപിച്ച ക്യാമറകളിൽ 2 വർഷമായി ഒരു വാഹനവും കുടുങ്ങിയില്ലെന്ന തൃക്കാക്കര നഗരസഭയുടെ വിചിത്രമായ മറുപടി. വിവരാവകാശ പ്രവർത്തകൻ രാജു വാഴക്കാല സമർപ്പിച്ച അപേക്ഷയിലാണ് തൃക്കാക്കര നഗരസഭാ ഓഫീസർ മറുപടി നൽകിയത്. 43 വാർഡിലേക്കുമായി 33.68 ലക്ഷം രൂപ മുടക്കി 2012-2022 മാർച്ചിലാണ് 10 ക്യാമറ നഗരസഭ വാങ്ങിയത്. വാഹനങ്ങൾ കൊണ്ടുവന്ന് മാലിന്യം വലിച്ചെറിയുന്ന സ്ഥലങ്ങളിൽ ക്യാമറകൾ സ്ഥാപിക്കാറാണ് പതിവ്. നഗരസഭാ ഓഫീസിലെ കൺട്രോൾ റൂമിൽ നിന്ന് ആവശ്യമായ ദിശയിൽ ക്രമീകരിക്കും. ക്യാമറ ആവശ്യത്തിനനുസരിച്ച് മാറ്റി സ്ഥാപിക്കാം. മാലിന്യം വലിച്ചെറിയുന്നത് ഒഴിവാക്കുന്ന സാഹചര്യത്തിൽ ക്യാമറ അവിടെ നിന്നെടുത്ത് മറ്റൊരു സ്ഥലത്ത് സ്ഥാപിക്കുകയാണ് പ്രവർത്തന രീതി. അതേസമയം വിവിധയിടങ്ങളിൽ മാലിന്യം റോഡരികിൽ തള്ളിയ സംഭവത്തിൽ നഗരസഭ 56 കേസുകൾ കണ്ടെത്തി. 1.24 ലക്ഷം രൂപ പിഴ ഈടാക്കിയതായും നഗരസഭാ വിവരാവകാശ രേഖയിൽ പറയുന്നു. IT നഗരമായ കാക്കനാടും സമീപത്തും പ്രധാന റോഡുകളിലെല്ലാം മാലിന്യത്താൽ നിറയുകയാണ്. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരുമാനമുള്ള നഗരസഭയായ തൃക്കാക്കരയിലാണ് ഈ ദുരവസ്ഥ. പൊതുനിരത്തുകളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശമുള്ളപ്പോഴാണ് നഗരസഭയുടെ ഈ അനാസ്ഥ. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. ആർദ്ര കേരളം പുരസ്കാരത്തിൽ സംസ്ഥാന തലത്തിൽ 3ാമതെത്തിയ മൂവാറ്റുപുഴ സമഗ്ര പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പാണ് നഗരസഭയെ അവാർഡിന് അർഹമാക്കിയത്. 2022-23 വർഷം ആരോഗ്യ മേഖലയിൽ മാത്രമായി 10 കോടിയോളം ചെലവഴിച്ചതായി ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ്പ, പ്രതിരോധ കുത്തിവയ്പ്, പ്രതിരോധ പ്രവർത്തനം, മാലിന്യ നിർമ്മാർജ്ജനം എന്നിവയാണ് അവാർഡിന് പരിഗണിച്ചത്. ജില്ലയിൽ ആദ്യമായി വെൽനസ് സെന്റർ ആരംഭിച്ചതും ഇവിടേക്ക് അനുവദിച്ച തുക 100% സംസ്ഥാനത്ത് ആദ്യം ചെലവഴിച്ചതും നഗരസഭയാണ്. ജനറൽ ആശുപത്രി, ഹോമിയോ ആയുർവേദ ആശുപത്രികൾ, കിഴക്കേക്കര, കൂര്യൻമല വെൽനസ് സെന്ററുകൾ വഴിയാണ് ആർദ്ര കേരളം പദ്ധതി വിജയകരമായി നടപ്പാക്കിയത്. കൗൺസിലർമാരുടെയും സെക്രട്ടറിയുടെയും
മറ്റ് ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ വിജയം കൂടിയാണ് പുരസ്കാരമെന്ന് ചെയർമാൻ പി എൽദോസ് പറഞ്ഞു. ആർദ്ര കേരള പുരസ്കാരം നേടിയ രായമംഗലം പഞ്ചായത്തിന് കീഴിലെ കുടുംബാരോഗ്യ കേന്ദ്രം കാഴ്ചവെച്ചത് വേറിട്ട പ്രവർത്തനങ്ങൾ. ആരോഗ്യ മേഖലയിൽ ചെലവഴിച്ച തുകയുടെ നല്ലൊരു ഭാഗം സാന്ത്വന പരിചരണ പരിപാടികൾ, കായകൽപ്പ്, ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്കായി വിനിയോഗിച്ചു. മറ്റ് തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് ഭിന്നമായ ആളുകളുടെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകി വാതിൽപ്പടി സേവനം ഉറപ്പുവരുത്തി. സഞ്ചരിക്കുന്ന ആശുപത്രിയുടെ പ്രവർത്തനം ഇതിന്റെ ഭാഗമാണ്. അലോപ്പതി, ആയുർവേദം, മൃഗസംരക്ഷണം, കൃഷി വകുപ്പുകളുടെ സംയോജിച്ചുള്ള പ്രവർത്തനത്തിൽ ജില്ലയിൽ ഒന്നാം സ്ഥാനത്ത്. പ്രതിദിനം ആശുപത്രിയിലെത്തുന്ന 300ഓളം രോഗികളെ പരിപാലിക്കാൻ രാവിലെ 9 മുതൽ വൈകിട്ട് 6 വരെ 4 ഡോക്ടർമാരുടെ സേവനമുണ്ട്. സാന്ത്വന പരിപാലനം, നേത്ര പരിശോധന, കൗൺസിലിംഗ് സെന്റർ, വയോജന ക്ലിനിക് തുടങ്ങിയ ഏറെ പ്രയോജനം ചെയ്യും വിധം പ്രവർത്തിക്കുന്നു. മുൻ വർഷങ്ങളിൽ ആശുപത്രിയുടെ മികച്ച പ്രവർത്തനം പരിഗണിച്ച് ദേശീയ ഗുണനിലവാര അവാർഡായ NQAS, KSH, കായകൽപ്പ് അംഗീകാരങ്ങൾ ലഭിച്ചിരുന്നു. ആശുപത്രിക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന 6 ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുക എന്ന ലക്ഷ്യത്തോടെയുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണെന്ന് പ്രസിഡന്റ് NP അജയ്കുമാർ പറഞ്ഞു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614.